ദിലീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ദിലീപ് മലയാള സിനിമയിൽ സംവിധാന സഹായി വന്നതിന് ശേഷം ക്യാമറയുടെ മുമ്പിൽ വന്ന് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് തുമ്മിയ തെറിച്ചു പോണ വേഷങ്ങളാണ്. അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളായി വന്ന് ചെറിയ വേഷങ്ങൾ ചെയ്ത് ഹീറോ ആയി. അത് കഴിഞ്ഞ് കുറേ സിനിമകളിലൂടെ വാല്യൂ ഉള്ള ഒരു ഹീറോ ആയി മാറി. അതിനുശേഷം നിങ്ങൾ ചെയ്ത സിനിമകളിലൂടെ നിങ്ങൾ ജനപ്രിയനായി മാറി. നിങ്ങൾ സിനിമ നിർമ്മിച്ചു, വിതരണം ചെയ്തു, തിയേറ്റർ ഉടമയായി. ഇതിനിടയിൽ നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു നായികയെ കല്യാണം കഴിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കല്യാണം കഴിച്ചു, മറ്റൊരു നായികയെ. പലരും മോഹിക്കുകയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നായികമാരെ കല്യാണം കഴിച്ച് തന്നെ പത്തെല്ലാം നടിക്കേണ്ടത്, അത് വേറെ. അതിനുശേഷം താൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് വന്നു. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങളെ വെച്ചിട്ട് താൻ സിനിമ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള താൻ 21 വർഷം 25 വർഷത്തിനിടയിൽ താൻ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വിടുമ്പോൾ താൻ എന്തൊക്കെ ചെയ്യുന്നുള്ള ആ ഒരു കുഴപ്പമുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ശത്രുത തന്നോടുള്ളത്. അത് താൻ ആദ്യം മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു, സത്യേട്ടാ അത് തന്നെയാണല്ലേ? പറഞ്ഞു, അത് തന്നെയാണ്. എടവനക്കാട് ജനിച്ച് ആലുവയിൽ വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമല്ലേ സത്യേട്ട പറഞ്ഞു. ഞാൻ സത്യേട്ട ആരോടും പറയില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാനിപ്പോഴൊരു ദിലീപ് ഫാനായത്